ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഭംഗിയുള്ള ഒരു അലങ്കാര പുഷ്പ ചെടിയുടെ കൾട്ടിവേഷൻ മെത്തേഡാണ് ഓർക്കിഡ് കൾട്ടിവേഷൻ. ഓർക്കിഡ് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വളരെ മനോഹരമായിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള കട്ട് ഫ്ലവർ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ചെടിയാണ് ഓർക്കിഡ്. അപ്പോൾ അതിൻ്റെ കൾട്ടിവേഷൻ രീതികളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുന്നേ ആദ്യം നമുക്ക് ഓർക്കിഡ്സിനെ പരിചയപ്പെടാം. ഓർക്കിഡ്സ് എന്ന് പറയുന്നത് ചെടികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഫാമിലി ആയിട്ടുള്ള ഓർക്കിഡേസിയ എന്ന് പറയുന്ന ഫാമിലിയിലുള്ള ഒരു ചെടിയാണ് ഓർക്കിഡ്സ് എന്ന് പറയുന്നത്. ഒരു 800-ലധികം ജനേറായും 35,000-ലേറെ സ്പീഷീസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓർക്കിഡ്സിൽ. എറാസ്റ്റസ് എന്ന് പറയുന്ന ഫിലോസഫർ, ഗ്രീക്ക് ഫിലോസഫറാണ് ഓർക്കിഡ്സ് എന്നുള്ള നാമകരണം കൊണ്ടുവന്നത്. സംസ്കൃതത്തിൽ ഇതിന് വൃന്ദ എന്നാണ് പറയുന്നത്. ആൻഡ് ഇന്ത്യൻ വേദിക് സ്ക്രിപ്ചേഴ്സിൽ വരെ ഈ പ്ലാന്റിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഓർക്കിഡ്സ് മിക്കവാറുമുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ട്രോപ്പിക്കൽ കൺട്രീസിലാണ് ഇത് സ്വതവേ കൂടുതലും നമുക്ക് നാച്ചുറൽ ആയിട്ട് വളർന്നു കാണുന്നത്. ഇന്ത്യയിലുണ്ട് 1600-ലേറെ സ്പീഷീസുകൾ. കൂടുതലും നമ്മുടെ വെസ്റ്റേൺ ഗട്ട് റീജിയനിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സൗത്ത് ഇന്ത്യയിൽ ഓർക്കിഡ്സ് കാണുന്നത്. അതൊരു കലവറ ആയിട്ട് തന്നെ നമുക്ക് പറയാം. ഒരു 200-ന് മേലെ സ്പീഷീസ് ഓഫ് ഓർക്കിഡ്സ് വെസ്റ്റേൺ ഗട്ട്സിൽ ധാരാളമായി വളരുന്നു. ഇനി ഓർക്കിഡ്സിന്റെ ചെടികളെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ they are known as perennial herbs with simple leaves clustered along the stem. ഗ്രോത്തിന്റെ രീതിക്ക് അനുസരിച്ചിട്ട് ഓർക്കിഡുകളെ നമുക്ക് രണ്ടായി തരംതിരിക്കാവുന്നതാണ്. ഒന്ന് മോണോപോഡിയൽ ഗ്രോത്തും, രണ്ട് സിംപോഡിയൽ ഗ്രോത്തും. മോണോപോഡിയൽ ഗ്രോത്തിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഒരൊറ്റ തണ്ടാണ്. ആ തണ്ടിൽ നിന്നാണ് ഇലകളും അതിൽ നിന്നാണ് ഫ്ലവറും വരുന്നത്. സിംപോഡിയലിലാണെങ്കിൽ മെനി സ്റ്റെംസ് ആർ അറൈസിങ് ഫ്രം എ സിംഗിൾ റൈസോം. ഓക്കെ, അപ്പം നമുക്ക് കൂടുതൽ നോക്കാം. This is a typical example of how a monopodial orchid looks like. മോണോപോഡിയൽ ഓർക്കിഡ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സിംഗിൾ അപ്രൈറ്റ് സ്റ്റെം ഉണ്ടാവും. അതിൻ്റെ രണ്ട് വശങ്ങളിലേക്കുമായിട്ടാണ് ലീഫുകൾ അടുങ്ങി വളർന്നിട്ടാണ് അതിൻ്റെ ഒരു വളർച്ചാ രീതി. വാൻഡ, ഫെലനോപ്സിസ് എന്നൊക്കെ പറയുന്ന ഓർക്കിഡുകൾ ഈ മോണോപോഡിയൽ ഓർക്കിഡ്സിന് എക്സാമ്പിൾ ആണ്. ഇനി നമ്മൾ നോക്കുന്നത് സിംപോഡിയൽ ഓർക്കിഡ്സ് ആണ്. നിങ്ങൾക്ക് ഏവർക്കും പരിചിതമായിട്ടുള്ള ഡെൻഡ്രോബിയംസ്, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഓൺസീഡിയം, ഡാൻസിങ് ഗേൾ എന്ന് പറയുന്ന ഓൺസീഡിയം, ഇങ്ങനെയുള്ള ചെടികൾ, കാറ്റലയാസ്, ഇതെല്ലാം തന്നെ സിംപോഡിയൽ ഓർക്കിഡ്സിന് എക്സാമ്പിൾ ആണ്. അതിന്റെ കാരണം ഇത് തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കുക അറിയാം. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഓൺസീഡിയം. താഴെ ഒരു റൈസോം ഉണ്ട്. ആ റൈസോമിൽ നിന്ന് ഇടവിട്ടായിട്ട് മുകളിലേക്ക് വളരുന്ന തരത്തിലുള്ള സ്റ്റെമുകൾ അടങ്ങുന്നതാണ് ഈ സിംപോഡിയൽ ഗ്രോത്ത് പാറ്റേൺ എന്ന് നമ്മൾ വിളിക്കുന്നത്. So, two types are monopodial and sympodial based on how they grow. ഇനി മാനർ ഓഫ് ഗ്രോത്ത്, എങ്ങനെയാണ് ഇവർ വളരുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓർക്കിഡ്സിനെ പലതായി തരംതിരിക്കാം. ടെറസ്ട്രിയൽ ഓർക്കിഡ്സ്, എപ്പിഫിറ്റിക് ഓർക്കിഡ്സ്, ലിത്തോഫിറ്റിക് ഓർക്കിഡ്സ്, ക്ലൈംബിംഗ് ഓർക്കിഡ്സ്, ഇങ്ങനെ ധാരാളം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർക്കിഡുകൾ ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതില് ടെറസ്ട്രിയൽ ഓർക്കിഡ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ വളരുന്ന ഓർക്കിഡ്സ് ആണ്, നിലത്ത് വളരുന്ന ഓർക്കിഡുകൾ. ഈ ചെടി നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. മിക്കവാറും ഉള്ളവരുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടിയുമാണിത്. സ്പാത്തോഗ്ലോട്ടസ് എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത്. ഈ സ്പാത്തോഗ്ലോട്ടസ് വൺ ഓഫ് ദി ബെസ്റ്റ് നോൺ എക്സാമ്പിൾസ് ഓഫ് ഗ്രൗണ്ട് ഓർക്കിഡ്സ് ആണ്. അധികം കെയർ ഒന്നും ഇല്ലാതെ തന്നെ അത് നമ്മുടെയൊക്കെ വീടുകളിൽ സുലഭമായി വളർത്താൻ പറ്റിയ ഒരു ഓർക്കിഡാണ് ഈ ടെറസ്ട്രിയൽ ഓർക്കിഡ്. ഇനിയുള്ളത് എപ്പിഫിറ്റിക് ഓർക്കിഡാണ്. പലപ്പോഴും നമുക്കറിയാം ഓർക്കിഡുകളെ നമ്മൾ എന്തിൻ്റെയെങ്കിലും മേലെ, വേറെ ഏതെങ്കിലും മരത്തിലോ ഒക്കെ പറ്റിപ്പിടിച്ച് വളർന്നതായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. അങ്ങനെ മറ്റൊരു പ്രതലത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ടൈപ്പിനെയാണ് നമ്മൾ എപ്പിഫിറ്റിക് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അപ്പോൺ അനദർ പ്ലാന്റ്, അങ്ങനെയാണ് അതിനെ പറയുന്നത്. എപ്പി സ്റ്റാൻഡിങ് ഫോർ അപ്പോൺ ആൻഡ് ഫൈറ്റൻ മീനിങ് എ പ്ലാന്റ്. അപ്പൊ അങ്ങനെ വളരുന്ന ഓർക്കിഡുകളെയാണ് നമ്മൾ എപ്പിഫിറ്റിക് ഓർക്കിഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഒരു പ്രത്യേകത, ഇപ്പൊ ഫോർ എക്സാമ്പിൾ യു ക്യാൻ സീ ഹിയർ വാൻഡ, ദിസ് ഇസ് വൺ എക്സാമ്പിൾ. ഡെൻഡ്രോബിയംസ് എപ്പിഫിറ്റിക് ഓർക്കിഡ്സ് ആയിട്ട് വളരുന്നതാണ്. അപ്പൊ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവര്
മറ്റുള്ള മരങ്ങളെയോ ചെടികളെയോ അവരുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ദേ ആർ നോട്ട് പാരസിറ്റിക്. അതിന്റെ അർത്ഥം മറ്റുള്ള ചെടികളിൽ നിന്ന് അത് നറിഷ്മെന്റ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഒന്നും വലിച്ചെടുക്കുന്നില്ല, പകരം സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ മറ്റുള്ള മരങ്ങളിൽ പറ്റിപ്പിടിച്ച് വളരുന്നത്. പ്രത്യേകിച്ചും എക്സ്പോഷർ ടു സൺലൈറ്റ് ആസ് വെൽ ആസ് ടു ടേക്ക് നറിഷ്മെന്റ് ഫ്രം ദ എയർ. വായുവിൽ നിന്ന് ഭക്ഷണം വലിച്ചെടുക്കാനായിട്ട് ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് അത് മറ്റു മരങ്ങളെ ആശ്രയിക്കുന്നത്. അപ്പോൾ യു ക്യാൻ സീ ഹിയർ, ഇതിനെയാണ് നമ്മൾ ഏരിയൽ റൂട്ട്സ് എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ റൂട്ട്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും മണ്ണിന്റെ അടിയിൽ വളരുന്ന വേരുകളാണ് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത്. എന്നാൽ അങ്ങനെയല്ല. എപ്പിഫിറ്റിക് ആയിട്ട്, അതായത് മറ്റു ചെടികളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ചെടികൾക്ക് അവരുടെ ന്യൂട്രീഷൻ കിട്ടാനായിട്ട് അവര് വളർത്തുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് റൂട്ട് സിസ്റ്റം, അതിനെയാണ് നമ്മൾ ഏരിയൽ റൂട്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർക്കിഡ്സിൽ നമുക്ക് ധാരാളമായി കാണാൻ കഴിയുന്നതാണ് ഏരിയൽ റൂട്ട്സ്. അതിന്റെ തുമ്പിലുള്ള പച്ച നിറം ഒന്ന് ശ്രദ്ധിക്കുക. ആ പച്ച നിറം എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്റ്റീവ്ലി ഗ്രോയിങ് റൂട്ട് എന്നാണ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ദിസ് ഇസ് എൻ എക്സാമ്പിൾ. മഴയിൽ നിന്നും ഒക്കെയുള്ള വായുവിൽ നിന്ന് മോയ്സ്ചറും പിന്നെ ന്യൂട്രിയൻസും അബ്സോർബ് ചെയ്യുക, അതാണ് ഏരിയൽ റൂട്ട്സിന്റെ ജോലി. സോ ദീസ് ആർ സീൻ സോ മച്ച് ഇൻ എപ്പിഫിറ്റിക് ഓർക്കിഡ്സ്. ഇനിയുള്ളത് റോക്കുകളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന തരം ഓർക്കിഡുകളുണ്ട്. അതിനെയാണ് നമ്മൾ ലിത്തോഫൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇത് നോർമലി നമ്മൾക്ക് വൈൽഡ് ആയിട്ടൊക്കെ വളരുന്ന ഓർക്കിഡുകളാണ് പൊതുവെ ഇങ്ങനെ റോക്ക് ഓർക്കിഡ്സ് ആയിട്ട് നമുക്ക് കാണുന്നത്. നമ്മൾ വീട്ടിൽ അങ്ങനെ അധികം ഇങ്ങനെയുള്ള ഓർക്കിഡുകളെ വളർത്താറില്ല. ബട്ട് ദേ ആർ സീൻ ഗ്രോയിങ് ഓൺ റോക്സ്. സോ ദീസ് ആർ റോക്ക് ഓർക്കിഡ്സ്. പിന്നെ ഉള്ളത് ക്ലൈംബിംഗ് ഓർക്കിഡ്സ് ആണ്. ക്ലൈംബിംഗ് ഓർക്കിഡ്സിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് വനീലയാണ്. വനീല എല്ലാവർക്കും അറിയാവുന്നതാണ്. വനീല ഒരു ഓർക്കിഡാണ്. അതൊരു മോണോപോഡിയൽ ഓർക്കിഡാണ്. നിങ്ങൾക്ക് ഇവിടെ പടത്തിൽ കാണാം. സി, ഇറ്റ്സ് ക്ലൈംബിങ്. അതിനെ നമ്മൾ ഒരു സപ്പോർട്ട് സിസ്റ്റം ഒക്കെ കൊടുത്ത് അതിനെ പടർന്ന് പന്തലിക്കാനായിട്ട് നമ്മൾ സഹായിക്കുന്നുണ്ട്. സോ ഈ വനീല പ്ലാന്റിലാണ് നമ്മൾ ഐസ്ക്രീമിലൊക്കെ ചേർക്കുന്ന വനീല പൗഡർ ഇതിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്, ഇതിന്റെ ഫ്രൂട്ടിൽ നിന്ന്. ഓക്കെ, സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ക്ലൈംബിംഗ് ഓർക്കിഡ്. ഇവിടെയും അവര് ഗ്രൗണ്ടിലാണ് നമ്മൾ അവിടെ വളർത്തുന്നതെങ്കിലും പതിയെ പതിയെ അത് മേലേക്ക് ക്ലൈംബ് ചെയ്ത് കയറുന്നു. ആൻഡ് ദേ നീഡ് സം സപ്പോർട്ട് ടു ക്ലൈംബ് ഓൺ. ഓക്കെ, സോ ദാറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് ക്ലൈംബിംഗ് ഓർക്കിഡ്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഓർക്കിഡുകളെ വളർത്താൻ കഴിയുക എന്ന് നോക്കാം. ഓർക്കിഡുകൾക്ക് നേരത്തെ ഞങ്ങൾ പറഞ്ഞു നല്ല ട്രോപ്പിക്കൽ കണ്ടീഷനിലാണ് ഇവര് വളരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിക് കണ്ടീഷൻ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ചെടികളാണ് ഓർക്കിഡുകൾ. ഇനി ഓർക്കിഡ്സിന് നല്ല എയറേഷൻ വേണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എക്സെപ്റ്റ് ഫോർ ദ ഗ്രൗണ്ട് ഓർക്കിഡ്സ്, മണ്ണിൽ വളരുന്നത്. ബാക്കിയെല്ലാം അങ്ങനെ മണ്ണ് അധികം ആവശ്യമില്ലാത്ത ഒരു പ്രതലത്തിലാണ് അത് വളരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല എയറേഷൻ വേണം. വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, ഒലിച്ചു പോകണം. അതാണ് ഗുഡ് ഡ്രെയിനേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നല്ല ഹ്യൂമസ്, നമ്മൾ സോയിൽ ടൈപ്സ് പഠിച്ചതാണ് ഹ്യൂമസ്, ഓർഗാനിക് മാറ്റർ ധാരാളം ഉള്ള ഒരു പോട്ടിംഗ് മിശ്രിതം. അതാണ് നമുക്ക് ഓർക്കിഡ്സിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ വാട്ടറിങ്, വെള്ളത്തിന്റെ നീഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇച്ചിരി മുന്നേ നമ്മൾ ഏരിയൽ റൂട്ട്സിനെ പരിചയപ്പെട്ടു. ഏരിയൽ റൂട്ട്സ് ശരിക്കും വായുവിൽ നിന്ന് തന്നെ ആവശ്യമായിട്ടുള്ള മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ ഓൾറെഡി ഓർക്കിഡ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളമായി നമ്മൾ വാട്ടറിങ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ബട്ട് വി നീഡ് ടു പ്രൊവൈഡ് വാട്ടർ. എപ്പോഴാണ്, ഇപ്പോൾ ഹോട്ട് സമ്മർ സീസൺ ഒക്കെ ആണ്, പെട്ടെന്ന് ഡ്രൈ ഔട്ട് ചെയ്ത് പോകും എന്നൊക്കെയുള്ള സമയത്ത് നമ്മൾ വെള്ളം യൂഷ്വലി സ്പ്രേയിങ് അല്ലെങ്കിൽ സ്പ്രിങ്ക്ലിംഗ് മെത്തേഡാണ് നമ്മൾ വാട്ടറിങ്ങിന് വേണ്ടി ചെയ്യുന്നത്. ഇനി കോക്കനട്ട് വാട്ടർ, അതായത് നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന വെള്ളം, തേങ്ങാ വെള്ളം ഇസ് നോൺ ടു ബി വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്രോത്ത് മീഡിയംസ് ഫോർ ഓർക്കിഡ്സ്. അത് ഡയറക്റ്റ് ആയിട്ട് സ്പ്രേ ചെയ്യുവല്ല, കോക്കനട്ട് വാട്ടറിനെ 1/10 ആയിട്ട് നമ്മൾ ഡയല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇറ്റ് ഹെൽപ്സ് ഇൻ ഗുഡ് ഗ്രോത്ത് ആസ് വെൽ ആസ് ഫ്ലവറിങ്. അപ്പൊ പലപ്പോഴും ആർക്കും അറിഞ്ഞൂടാത്തൊരു കാര്യമാണ്, തേങ്ങാ വെള്ളം നേർപ്പിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് ഓർക്കിഡ്സിന് നല്ലൊരു വളമാണ്. അപ്പൊ അത് നമുക്കൊക്കെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. സോ മെയിൻ നീഡ്സ് ഫോർ ഗ്രോയിങ് ഓർക്കിഡ്സ് എന്ന് പറയുന്നത് വെൽ എയറേറ്റഡ്, ഗുഡ് ഡ്രെയിനേജ്, മീഡിയം ഹൈ ഇൻ ഹ്യൂമസ് അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റർ ഉള്ള ഒരു പോട്ടിംഗ് മിശ്രിതം, കൂട്ടത്തിൽ നല്ലൊരു ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. നോർമലി ഗ്രീൻ ഹൗസസിലൊക്കെ വളരെ നന്നായി വളരുന്നതാണ് ഓർക്കിഡുകൾ. ഗ്രീൻ ഹൗസ് ഇല്ല എങ്കിലും പ്രോബ്ലം ഒന്നുമില്ല, ഇറ്റ് ക്യാൻ ഗ്രോ വെൽ. അത്യാവശ്യം സൺലൈറ്റ് വേണം.
പിന്നെ വാട്ടറിങ്ങിനെ പറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ ധാരാളം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അൺലെസ് ഇറ്റ് ഇസ് സമ്മർ, സ്പ്രേയിങ് അല്ലെങ്കിൽ സ്പ്രിംഗ്ലിംഗ് മെത്തേഡ് വഴിയാണ് നമ്മൾ ഓർക്കിഡ്സിന് നന കൊടുക്കുന്നത്. ഇനി ഓർക്കിഡ് പ്രൊപ്പഗേഷൻ രീതികളെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ദർ ആർ മെയിൻലി 6 ടൈപ്സ് ഓഫ് പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് ഇൻ ഓർക്കിഡ്സ്. അതിൽ ഒന്നെന്ന് പറയുന്നത് സിമ്പിൾ ഡിവിഷൻ ആണ്. പിന്നെ ഉള്ളത് ബാക്ക് ബൾബ്സ് എന്ന് നമ്മൾ പറയും. മൂന്നാമത്തത് കേക്കി മെത്തേഡ്. കുഞ്ഞി ഓർക്കിഡ് തൈകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കേക്കി. സീഡ്ലിങ്സ് ഓഫ് ആൻ ഓർക്കിഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കേക്കീസ് എന്ന് പറയും. പിന്നെ നമുക്ക് ഏരിയൽ കട്ടിങ്സ് അല്ലെങ്കിൽ സ്റ്റെം കട്ടിങ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് കൂടാതെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ടിഷ്യൂ കൾച്ചർ അല്ലെങ്കിൽ മൈക്രോ പ്രൊപ്പഗേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ്. മൈക്രോ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓർക്കിഡുകളുടെ പ്രൊപ്പഗേഷൻ നടത്താം. ദെൻ അഗെയിൻ സീഡ്സ്. ഓർക്കിഡ്സ് സീഡ് ഉണ്ടാക്കും, ഫ്രൂട്ട് ചെയ്യും, സീഡ് ഉണ്ടാക്കും. അപ്പൊ ആ സീഡിൽ നിന്നും നമുക്ക് ഓർക്കിഡുകളെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. അപ്പൊ ഏതൊക്കെയാണ് 6 മെയിൻ ടൈപ്സ്? ഡിവിഷൻ, ബാക്ക് ബൾബ്സ്, കേക്കി, aerial or stem cuttings, micropropagation or tissue culture, and from seed propagation. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Division means splitting the plant into 2 or more parts, each with at least one new shoot. അപ്പോൾ ക്ലസ്റ്റേഴ്സ് ആയിട്ട് വളരുന്ന ചെടികളിൽ നിന്ന്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സിംപോഡിയൽ ഓർക്കിഡുകളെയാണ് നമ്മൾ കൂടുതലും ഡിവിഷൻ മെത്തേഡ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക? പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിയുക. അപ്പൊ ക്ലസ്റ്റേഴ്സ് ആയിട്ട് വളരുന്നതിന് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു കൂട്ടം ചെടികളുണ്ട്. ആ കൂട്ടം ചെടികളിൽ നിന്ന് നമുക്ക് ഓരോന്നായിട്ട് അടർത്തി എടുത്തുകൊണ്ട് പുതിയ പുതിയ പോട്ടുകളിലേക്ക് നമുക്ക് മാറ്റി നടാവുന്നതാണ്. സോ ദാറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്, splitting the bigger mother plants into smaller units with at least one new shoot. അതിനെയാണ് നമ്മൾ ഡിവിഷൻ മെത്തേഡ് ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ നാമ്പുകൾ മുളച്ചു വരാനായിട്ട് അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യും. സോ ദാറ്റ് ഈസ് ഡിവിഷൻ മെത്തേഡ് ഓഫ് പ്രൊപ്പഗേഷൻ. ഇനി നമ്മൾ നോക്കുന്നത് ബാക്ക് ബൾബ് പ്രൊപ്പഗേഷൻ എന്നുള്ളതാണ്. നിങ്ങൾ ഈ ആദ്യത്തെ പടം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ചില ബൾബ് പോലെ വീർത്തിരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അതിന്റെ മേലേന്ന് ലീഫൊന്നും ഇല്ല. എന്നാൽ നല്ല ആക്റ്റീവ്ലി ഗ്രോയിങ് ആയിട്ടുള്ളതിനകത്ത് ഇതുപോലെ ബൾബ്സ് ഉണ്ട്, അതിന്റെ മേലെന്ന് ലീഫ് ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ബാക്ക് ബൾബ് പ്രൊപ്പഗേഷന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ലീഫ് ഒന്നും ഇല്ലാത്ത ബൾബുകളാണ്. അപ്പൊ ഈ ലീഫ് ഒന്നും ഇല്ലാത്ത ബൾബ് എങ്ങനെയാ ഉണ്ടാകുന്നത്? കുറെ നാള് വളർന്നു കഴിഞ്ഞ് ഫ്ലവറിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇലയൊക്കെ കൊഴിഞ്ഞു പോയതിനു ശേഷം ബാക്കി അവശിഷ്ടമാകുന്ന സാധനമാണ് ഈ ബാക്ക് ബൾബ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ ബാക്ക് ബൾബുകളെ മിക്കവാറും അതിന് വേരൊക്കെ ഉണ്ടാവും. അതിനെ പതിയെ നമുക്ക് ഈ മദർ പ്ലാന്റിൽ നിന്ന് അടർത്തിയെടുക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള അടർത്തിയെടുത്തിട്ടുള്ള ബാക്ക് ബൾബുകളെ നമുക്ക് എന്ത് ചെയ്യാം? പോട്ടിംഗ് മിശ്രിതത്തിൽ സെപ്പറേറ്റ് ചെയ്ത് നട്ട് കഴിഞ്ഞാൽ അതിന്റെ ചുവട്ടിൽ നിന്ന് പുതിയ നാമ്പുകൾ പൊട്ടിമുളച്ചു വരും. ഓക്കെ, പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് പതിയെ, ഒന്നാമത് ഓർക്കിഡ്സ് പതിയെ പതിയാണ് വളരുന്നത്. ഇത് കുറച്ചും കൂടി പതിയാണ് വളരുന്നത്. അപ്പൊ നല്ല ക്ഷമ വേണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് പുതിയ തൈകളെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുള്ളൂ. ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ് ഗ്രോസ്, ബട്ട് ഇറ്റ് ടേക്സ് എ ലിറ്റിൽ ടൈം ടു ഫ്ലവർ. ഓക്കെ, സോ ദിസ് ഇസ് എ ബാക്ക് ബൾബ് പ്രൊപ്പഗേഷൻ. അപ്പൊ നേരത്തെ ഉണ്ടായിട്ടുള്ള സ്യൂഡോ ബൾബുകളിൽ നിന്ന് ലീഫും ഫ്ലവറും ഒക്കെ കൊഴിഞ്ഞു പോയതിനു ശേഷം അവശിഷ്ടമായിട്ട് നമുക്ക് കാണുന്ന ഈ സ്യൂഡോ ബൾബുകളെ കട്ട് ചെയ്തെടുക്കുക, അതിനെ പോട്ടിംഗ് മിശ്രിതത്തിൽ വെക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് പുതിയ നാമ്പുകൾ പൊട്ടിമുളച്ചു വരും. ഇത് വളർന്നു വലുതാവുമ്പോൾ ഇതിനെ നമുക്ക് പുതിയ ചട്ടിയിലോട്ട് എന്ത് ചെയ്യാം? പറിച്ച് നടാവുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് കേക്കി മെത്തേഡ് ഓഫ് പ്രൊപ്പഗേഷൻ. കേക്കീസ് എന്ന് പറഞ്ഞാൽ യങ് ഓർക്കിഡ് പ്ലാന്റ്ലെറ്റുകളെയാണ് നമ്മൾ കേക്കീസ് എന്ന് പറയുന്നത്. അതായത് കുഞ്ഞൻ ഓർക്കിഡ് ചെടികളെയാണ് നമ്മൾ കേക്കീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ചില ചെടികൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡെൻഡ്രോബിയംസ് തന്നെ എടുക്കുക. ഡെൻഡ്രോബിയംസ് കുറെ ഇങ്ങനെ ക്ലസ്റ്റേഴ്സ് ആയിട്ട് വളരുന്നതാണ്. കുറെ ക്ലസ്റ്റേഴ്സ് വളർന്ന് കുറെ നാളത് വളർന്നു കഴിയുമ്പോൾ ഫ്ലവറിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവുക? ലീഫൊക്കെ കൊഴിഞ്ഞു പോയി, ഫ്ലവർ ഒക്കെ കൊഴിഞ്ഞു പോയിട്ടുള്ള ഇതുപോലുള്ള തണ്ടുകൾ വരും. ആ തണ്ടുകളുടെ സൈഡിൽ നിന്ന്, ആ നോഡുകളിൽ നിന്ന് എന്തുണ്ടാവും? പുതിയ കുഞ്ഞി ചെടികൾ വളരാൻ തുടങ്ങും വിത്ത് റൂട്ട്സ്. ഇങ്ങനെ വളരുന്ന ഈ കുഞ്ഞി ചെടികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കേക്കീസ് എന്ന് വിളിക്കുന്നത്. ഈ കേക്കികളെ മദർ പ്ലാന്റിന് കോട്ടം തട്ടാത്ത രീതിയിൽ
കട്ട് ചെയ്ത് ഡിറ്റാച്ച് ചെയ്ത് പാരന്റ് സ്റ്റെമ്മിൽ നിന്ന് എടുത്തിട്ട് പുതിയ പോട്ടിംഗ് മിക്സിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒരു ഓർക്കിഡ് ചെടീനെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. So before we go into details of the other types of propagation, we will take a short look at how these are being propagated. ഒരു ചെറിയ ഒരു സ്മോൾ വീഡിയോ നമുക്ക് കാണാം. അലങ്കാര ഓർക്കിഡുകൾ ഇന്ന് മലയാളികൾക്ക് വീടുകളിൽ വളർത്തുവാനായിട്ട് ധാരാളമായിട്ട് ലഭ്യമാണ്. അതിൽ ഏറ്റവും അധികമായിട്ട് വളർത്തുന്നതും വേഗത്തിൽ വളർന്ന് പൂവിടുന്നതുമായിട്ടുള്ള ഡെൻഡ്രോബിയം ഓർക്കിഡ്. നമ്മൾ ഏറ്റവും ആദ്യം പരിചയപ്പെട്ട ഓർക്കിഡും ഡെൻഡ്രോബിയം ഇനം തന്നെയാണ്. ഈ ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ തൈകൾ ഏത് വിധത്തിലാണ് ചട്ടിയിലോട്ട് നടന്നതെന്നാണ് ഞാൻ ഈ ലക്കത്തിൽ അവതരിപ്പിക്കുക. ഇതൊരു നന്നായിട്ട് വളർന്ന ഒരു ഡെൻഡ്രോബിയം ഓർക്കിഡാണ്. ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ ചെടി വളർന്നു വരുന്തോറും ഇതിന് ചുറ്റും കെയിനുകൾ, അതായത് തണ്ടുകൾ ഉൽപ്പാദിപ്പിച്ച് ഒരു കൂട്ടമായിട്ട് തീരും. ഈ തണ്ടുകളുടെ ഇലകളുടെ മുട്ടിൽ നിന്നുമാണ് പൂങ്കുലകൾ ഉണ്ടായി വരിക. ആ വിധത്തിൽ പലതവണ പൂങ്കുല ഉൽപ്പാദിപ്പിച്ച ഒരു തണ്ട് അഥവാ കെയിൻ ഇലകൾ കൊഴിഞ്ഞു പോവുകയും പിന്നീട് അതിൻ്റെ മുട്ടിൽ നിന്നും തൈകൾ, വേരോടുകൂടിയ തൈകൾ ഉണ്ടായി വരികയും ചെയ്യും. ഇത്തരം തൈകളെ കിക്കി തൈകൾ എന്നാണ് പറയുന്നത്. ഈ തൈകൾ ആവശ്യത്തിന് വളർച്ചയെത്തി. ഈ കാണുന്നത് പോലെ ഈ കിക്കി തൈ ആവശ്യത്തിന് വളർച്ചയെത്തിയിട്ടുണ്ട്. അതിന് ധാരാളം വേരുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിധത്തിൽ വളർന്നു വന്നിരിക്കുന്ന ഒരു തൈ നമുക്കിതിൽ നിന്നും അടർത്തിയെടുത്ത് ഒരു നെറ്റ് പോട്ടിലോട്ട് മാറ്റി നടാം. അതാണ് ഞാനിവിടെ കാണിക്കുക. നമ്മൾ ഈ കിക്കിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായി തന്നെ ആ കിക്കി നമ്മൾ മുറിച്ച് മാറ്റിയെടുക്കണം. നല്ല മൂർച്ചയുള്ള ഇതുപോലെയുള്ളൊരു കത്തി അതിനായിട്ട് ഉപയോഗിക്കാം. വളരെ ശ്രദ്ധാപൂർവം വേരുകൾക്ക് ക്ഷതം സംഭവിക്കാതെ അത് അതിൻ്റെ തണ്ടിൽ നിന്നും മുറിച്ചെടുക്കുക. ഈ വിധത്തിൽ മുറിച്ചെടുക്കുക. ഇവിടെ ഈ മുറിഭാഗം, താഴെ ഒരു മുറിഭാഗമുണ്ട്. ആ മുറിഭാഗം നമ്മൾ രോഗങ്ങളിൽ നിന്നും അതിനെ വിമുക്തമാക്കണം. അതിനായിട്ട് ഇത് സിന്തേ എന്ന് പറയുന്ന ഒരു കുമിൾനാശിനിയാണ്. ഇതിലടങ്ങിയിട്ടുള്ളത് ഒരു കോണ്ടാക്റ്റ് കുമിൾനാശിനിയായ മാൻഗോസബാണ്. ഈ മാൻഗോസബ് അടങ്ങിയിട്ടുള്ള ഈ കുമിൾനാശിനി ഞാനൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഈ വിധത്തിൽ പേസ്റ്റ് രൂപത്തിലാക്കിയ കുമിൾനാശിനി ഇതിൻ്റെ മുറിഭാഗത്ത് തേച്ച് കൊടുക്കുക. അങ്ങനെ ആ മുറിഭാഗം നമുക്ക് സംരക്ഷിക്കുവാൻ പറ്റും. ഒപ്പം തന്നെ ഈ തണ്ടിൻ്റെ മുറിഭാഗത്തും ആ കുമിൾനാശിനി തേച്ച് സംരക്ഷിക്കണം. ഈ വിധത്തിൽ തയ്യാറാക്കിയ കിക്കി തൈ ഇത് നടുവാനായിട്ട് ഉപയോഗിക്കാം. ആരോഗ്യമുള്ള വേരുകളുണ്ട്. വേരുകളുടെ ആരോഗ്യം ഇവയുടെ അഗ്രഭാഗത്തുള്ള ഇളം പച്ച നിറത്തിൽ വളരുന്ന ഭാഗമാണ്. നല്ല ആരോഗ്യത്തോടെ വളരുന്ന ചെടിയാണ്. ഈ ചെടിയാണ് നമ്മളിവിടെ നടുവാനായിട്ട് പോകുന്നത്. എപ്പോഴും ഓർക്കിഡ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ ഒരു ചെടി നടുന്നത് പോലെ ഇതിൻ്റെ വേരുകളും ചെടിയും അടിയിലോട്ട് ഇറക്കി വെക്കരുത്. അങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ തണ്ടുഭാഗത്ത് ഓടും കരി അല്ലെങ്കിൽ നടിയിൽ വിസ്തൃതം മുട്ടി അതുവഴി ചീയൽ അല്ലെങ്കിൽ കുമിളിൻ്റെ ശല്യം വന്ന് ചെടി നശിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഓർക്കിഡ് ചെടി നടുമ്പോൾ അതിനെ താങ്ങിലോട്ട് ചേർത്ത് നിർത്തി ബലപ്പെടുത്തിയാണ് നടേണ്ടത്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു പ്ലാസ്റ്റിക് കോട്ടഡ് കമ്പി, വിപണി ലഭ്യമായിട്ടുള്ള പ്ലാസ്റ്റിക് കോട്ടഡ് കമ്പി അതിൻ്റെ താഴെ ഭാഗം ഒന്ന് വളയം പോലെ ആക്കുക. അത് ഇതിൽ സ്ഥാപിക്കുക. അതിലാണ് നടിയിൽ മിശ്രിതം നിറച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നടിയിൽ മിശ്രിതമായിട്ട് ഉപയോഗിക്കേണ്ടത് നന്നായിട്ട് ഉണക്കി അണുവിമുക്തമാക്കിയ ഓടിൻ്റെ കഷ്ണങ്ങൾ, ഏകദേശം 1 ഇഞ്ച് 1.5 ഇഞ്ച് വലിപ്പമുള്ളത്, കൂടാതെ നന്നായിട്ട് ഉണക്കി അണുവിമുക്തമാക്കിയ മരക്കരി, ഇവ രണ്ടുമാണ് വേണ്ടത്. നമ്മളുടെ കാലാവസ്ഥയിൽ നേരിട്ട് മഴ കൊള്ളുന്നതും വെയിൽ കൊള്ളുന്നിടത്തുമായിട്ട് ഡെൻഡ്രോബിയം വളരുകയും പൂടുകയും ചെയ്യും. അപ്പം നേരിട്ട് മഴ കൊള്ളുന്ന സ്ഥലങ്ങളിൽ ഡെൻഡ്രോബിയം പരിപാലിക്കുമ്പോൾ അതിൽ ഈ 2 ഘടകങ്ങൾ മതി നടിയിൽ മിശ്രിതം തയ്യാറാക്കാൻ. ഇവയ്ക്കൊപ്പം ചകിരി അല്ലെങ്കിൽ പൊതിമടൽ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് ഈർപ്പം അധികമാക്കുകയും വേരുകൾ കാലക്രമേണ നശിച്ചു പോവുകയും ചെയ്യും. ഈ വിധത്തിൽ കമ്പി നടുവിൽ നിർത്തുക. ചുറ്റും ഓടും കരിയും നന്നായിട്ട് അമർത്തി നിറച്ച് കൊടുക്കുക. രണ്ടും ഏകദേശം ഒരേ അളവിൽ നിറച്ച് കൊടുക്കുക. കമ്പി നിവർന്ന് നിൽക്കേണ്ടത് ഓടിൻ്റെയും കരിയുടെയും ബലത്തിലാണ്. ഇതിന് ശേഷം നമ്മളൊന്ന് തൈ വെച്ച് നോക്കാം. അടിയിൽ നമ്മളൊരു ഓടിൻ്റെയും കരിയുടെയും പാക്കിങ് കൊടുത്തിട്ടുണ്ട്. തൈ ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരുവിധമായിട്ടുണ്ട്. ഈ തൈ കമ്പിയിലോട്ട്
വിപണിയിൽ ലഭ്യമായിട്ടുള്ള പ്ലാസ്റ്റിക് കോട്ടഡ് അലുമിനിയം കമ്പികൾ, അത് സാധാരണ ബ്രെഡൊക്കെ കെട്ടി വരുന്ന കമ്പിയാണ്. ഇതുപോലെയുള്ള കമ്പിയുടെ കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഈ ചെടിയെ ബലമായിട്ട് കമ്പിയിലോട്ട് കെട്ടി ഉറപ്പിക്കുവാൻ സാധിക്കും. ഈ വിധത്തിൽ ഉറപ്പിച്ചെടുത്ത ചെടിക്ക് ചുറ്റും വീണ്ടും കരിയും ഓടും അല്പം കൂടെ പാക്ക് ചെയ്ത് കൊടുക്കുക. അതായത് വേരുകൾ മൂടുന്ന വിധത്തിൽ മാത്രം കരിയും ഓടും പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചട്ടി മുഴുവനായിട്ട് നിറയ്ക്കേണ്ട ആവശ്യമില്ല. ചട്ടി മുഴുവനായിട്ട് നിറച്ച് കഴിഞ്ഞാൽ അത് തണ്ടയിലോട്ട് ഈ കരിയും ഓടും മുട്ടുന്നതുകൊണ്ട് മുഴുവനായിട്ട് നിറയ്ക്കേണ്ട ആവശ്യമില്ല. കാലക്രമേണ ഈ നെറ്റ് പോട്ടിൻ്റെ വശങ്ങളിൽ കൂടെ വേരുകൾ പുറത്തോട്ട് വരികയും അവ വളർന്ന് വായുവിൽ ഞാന്നു നിൽക്കുകയും ചെയ്യും. ഇത്തരത്തിൽ വളർന്നു വന്ന വേരുകൾ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ജലവും വളവുമെല്ലാം വലിച്ചെടുത്തുകൊള്ളും. ഈ വിധത്തിൽ നട്ട ഡെൻഡ്രോബിയത്തിൻ്റെ തൈ സാധാരണയുള്ള കുമിൾനാശിനി കോണ്ടാഫ് പ്ലസ് 1 മില്ലി 1 ലിറ്ററിൽ ലായനിയാക്കിയത് 1 ലിറ്റർ വെള്ളത്തിൽ ലായനിയാക്കിയത് സ്പ്രേ ആയിട്ട് ചെടി മുഴുവനായിട്ട് നൽകാവുന്നതാണ്. ഇത്തരത്തിൽ തയ്യാറാക്കിയ ചെടി ഉച്ചവരെ വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഇവ തൂക്കിയിട്ടോ അല്ലെങ്കിൽ തട്ടിൽ നിരത്തിയോ വളർത്താവുന്നതാണ്. കേക്കീസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മളുടെ ഓർക്കിഡ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് രീതി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് അതേ രീതി തന്നെയാണ് ഫെലനോപ്സിസ് എന്ന് പറയുന്ന മറ്റൊരു ഓർക്കിഡിൽ ചെയ്യുന്ന രീതി പിക്ടോറിയൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ദിസ് ഇസ് യുവർ മദർ പ്ലാൻ. അതിൽ നിന്ന് വളർന്നു വരുന്ന ഒരു ചെറിയ പ്ലാന്റ്ലെറ്റ് ആണ് വിത്ത് റൂട്ട്സ്, ആൻഡ് ദിസ് പ്ലാന്റ്ലെറ്റ് ഇസ് നോൺ ആസ് കേക്കി. ഇതിനെ നമുക്ക് മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത് ഡിറ്റാച്ച് ചെയ്തെടുക്കുക. ദെൻ ഒരു പോട്ടിംഗ് മിശ്രിതം നിറച്ചുകൊണ്ട് അതിലേക്ക് പോട്ട് ചെയ്ത് വെക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് വളർന്ന് വലുതായി വരികയും ക്രമേണ ഫ്ലവർ ചെയ്യുകയും ചെയ്യും. സോ ദിസ് ഇസ് എ മെത്തേഡ് ഓഫ് propagating orchids using keiki, which are small orchid plants. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറിയൽ കട്ടിങ്സ് അല്ലെങ്കിൽ സ്റ്റെം കട്ടിങ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രൊപ്പഗേഷൻ രീതിയാണ്. ഇത് നോർമലി നമ്മൾ ചെയ്യുന്നത് നീളത്തിൽ വളരുന്ന ചെടികളിൽ നിന്ന്, നീളത്തിൽ വളരുന്ന ടൈപ്പ് ഓഫ് ഓർക്കിഡുകളിലാണ് നമ്മൾ ഈ ഏറിയൽ കട്ടിങ്സ് അല്ലെങ്കിൽ സ്റ്റെം കട്ടിങ്സ് ധാരാളമായി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഏറിയൽ കട്ടിങ്സ് ചെയ്യുമ്പോൾ പലതരത്തിൽ നമുക്ക് ഏറിയൽ കട്ടിങ്സ് ചെയ്യാം. നോർമലി ഒരുപാട് നീളത്തിൽ വളരുന്ന ഓർക്കിഡുകളുടെ അഗ്രഭാഗം, അതായത് ടിപ്പ്, യു ക്യാൻ കട്ട് ഇറ്റ് ഔട്ട്. എന്നിട്ട് താഴെയുള്ള ഭാഗം മദർ പ്ലാന്റ് ആയിട്ട് അങ്ങനെ തന്നെ നമുക്ക് നിലനിർത്താം. എന്നിട്ട് മേളിൽ നിന്ന് അപ്പർ പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പുതിയ പോട്ടിംഗ് മിശ്രിതത്തിലേക്ക് നട്ടിട്ട് വേര് വന്ന് പുതിയൊരു ചെടിയായിട്ട് അത് മാറും. അപ്പോഴും മദർ പ്ലാന്റിലെ ലോവർ പാർട്ടിനെ നമ്മൾ അവിടെ തന്നെ അതേ സെയിം പോട്ടിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ പുതിയ പുതിയ നാമ്പുകൾ വീണ്ടും വളർന്നു വരും. സോ ദിസ് ഈസ് ഏറിയൽ കട്ടിങ്. ഇനി ഏറിയൽ കട്ടിങ് ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഡെൻഡ്രോബിയംസിലൊക്കെ ഫ്ലവർ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ക്രമേണ ലീഫ് ഒക്കെ കൊഴിഞ്ഞു പോയിട്ട്, ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ കേക്ക് എടുത്തപ്പോൾ നമ്മൾ കണ്ടാണ്, ഇതേപോലെ എല്ലാ ലീഫും ഒക്കെ കൊഴിഞ്ഞു പോയിട്ട് ഇതുപോലുള്ള തണ്ടുകൾ ഉണ്ടാവും. അപ്പൊ ക്ലസ്റ്റേഴ്സിൽ ചില തണ്ടുകൾ എല്ലാം ലീഫ് എല്ലാം കൊഴിഞ്ഞു പോയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ബാരൻ ആയിട്ട് തണ്ടുകൾ ഉണ്ടാവും. എന്നാൽ അതിന് സ്റ്റിൽ ഇറ്റ് വിൽ ബി ഗ്രീൻ ആൻഡ് ഇറ്റ് വിൽ ബി ലിവിങ്. അപ്പൊ ഇങ്ങനെയുള്ള തണ്ടുകളിൽ നിന്നും നമുക്ക് സ്റ്റെം കട്ടിങ് വഴി ഓർക്കിഡുകളെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, so this is just a pictorial representation of how you can use stem cuttings or cane cuttings to propagate orchids. See, ഇതിങ്ങനെ ധാരാളം നന്നായി ബുഷി ആയിട്ട് വളരുന്ന ഒരു ഓർക്കിഡ് ആണ്. അതിൽ ചില തണ്ടുകള് ലീഫൊക്കെ കൊഴിഞ്ഞ് ഫ്ലവറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള തണ്ടുകളുണ്ട്. അതിനെയാണ് നമ്മൾ ഈ സ്റ്റെം കട്ടിങ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെം കട്ടിങ്സിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നോഡൽ റീജിയന്റെ താഴെ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇവരെ കട്ട് ചെയ്യുക. ആ കട്ട് ചെയ്യുന്നതിന് നല്ല ഒരു പോറസ് ആയിട്ടുള്ള പോട്ടിംഗ് മീഡിയത്തിൽ, നമ്മൾ ഓർക്കിഡ്സ് വളർത്താൻ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മീഡിയത്തിലേക്ക് വെക്കുക. അത് ഫ്ലാറ്റ് ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. നിവർത്തി വെച്ചാലും കുഴപ്പമില്ല, എന്നാലും ഫ്ലാറ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഒന്നിലധികം നോഡുകളിൽ നിന്ന് പുതിയ നാമ്പുകൾ വളരാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്നിട്ട് അതിനെ നമ്മൾ ഒരു പോളിത്തീൻ കവറോ എന്തെങ്കിലും ചെറിയ ചെറിയ സുഷിരങ്ങളുള്ള ഒരു പോളിത്തീൻ കവർ കൊണ്ട് കവർ ചെയ്ത് ഹ്യൂമിഡായിട്ട് അതിനെ കീപ്പ് ചെയ്യുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ നോഡുകളിൽ നിന്നെല്ലാം, നോഡ്സ് എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത്
ലീഫ് വളർന്നു വരുന്ന ആ ഏരിയനെയാണ് നമ്മൾ നോഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ലീഫിന്റെ ആക്സിസിലൊക്കെ ചെറിയ ചെറിയ ബഡുകൾ ഉണ്ടാവും. ആ ബഡുകളാണ് ക്രമേണ വളർന്ന് ഇതുപോലെയുള്ള പുതിയ പ്ലാന്റ്ലെറ്റുകളായിട്ട് വരിക. അപ്പോൾ വൺസ് ഇറ്റ് ഗ്രോസ് അപ്പ് യു ക്യാൻ പോട്ട് ഇറ്റ് ഇൻ എ ന്യൂ പോട്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നൂതന സാങ്കേതിക വിദ്യയായ ടിഷ്യൂ കൾച്ചർ അല്ലെങ്കിൽ മൈക്രോ പ്രൊപ്പഗേഷൻ വഴി ഓർക്കിഡുകളെ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ ഓർക്കിഡ്സിനെ കൾട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ കേക്കി മെത്തേഡോ അല്ലെങ്കിൽ സ്റ്റെം കട്ടിങ്സോ കൊണ്ട് നമുക്ക് ധാരാളം പ്രൊപ്പഗ്യൂൾസ് അല്ലെങ്കിൽ നടീൽ വസ്തുവിനെ ഉണ്ടാക്കാൻ പ്രയാസമാണ്. കാരണം ഒന്നാമത് ഓർക്കിഡ്സ് വളരെ സ്ലോ ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. അത് മാത്രമല്ല അതിനകത്ത് നിന്ന് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്പർ ഓഫ് നോഡുകളുടെ എണ്ണം കുറവാണ്. ഇതിലൊക്കെ ഉപരി നന്നായി ഫ്ലവർ ചെയ്തിരിക്കുന്ന ഒരു ചെടിയിൽ നിന്ന് ഒരിക്കലും നമുക്ക് തണ്ട് മുറിച്ചെടുക്കാൻ തോന്നില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ നമ്മൾ എങ്ങനെ ധാരാളം നടീൽ വസ്തുവിനെ ഉണ്ടാക്കും? അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന ഒരു മെത്തേഡാണ് ടിഷ്യൂ കൾച്ചർ മെത്തേഡ്. ടിഷ്യൂ കൾച്ചർ മെത്തേഡ് ഓഫ് ഓർക്കിഡ് പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ ഒന്നാമത് ഇത് സ്ലോ ഗ്രോയിങ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ മെത്തേഡ് സ്വീകരിക്കുന്നത്. മൾട്ടിപ്പിൾ ടൈപ്സിൽ നമുക്ക് ടിഷ്യൂ കൾച്ചർ വഴി ഓർക്കിഡ് പ്രൊപ്പഗേഷൻ പോസിബിൾ ആണ്. അതിലൊന്ന് എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ചെറിയ നാമ്പുകൾ പൊട്ടിമുളച്ചു വരുന്ന ഭാഗത്ത് നിന്ന് അഗ്രഭാഗത്ത് നിന്ന് ചെറിയ പുതിയതായി വളർന്നു വരുന്ന ചെറിയ ലീഫ് പീസസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കൾച്ചർ മീഡിയത്തിനുള്ളിലേക്ക് അത് വെച്ചു കഴിഞ്ഞാൽ, നമ്മൾ മൈക്രോ പ്രൊപ്പഗേഷൻ പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് വാക്കുകളൊക്കെ പഠിച്ചിരുന്നു. എന്തൊക്കെയാ വാക്കുകൾ പഠിച്ചിരുന്നത്? ഷൂട്ട് മൾട്ടിപ്ലിക്കേഷൻ, കാലസ്, റീജനറേഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതുപോലുള്ള പ്രോസസ്സുകൾ വഴി നമ്മൾ കൊടുക്കുന്ന ഓക്സിൻ സൈറ്റോകൈനിന്റെ ഒക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഗ്രോത്ത് കിട്ടും. ആ ഗ്രോത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? റൂട്ടിംഗ്, then finally transplantation. You will get lot many number of plants. അപ്പൊ ഇവിടെ ക്ലോണൽ പ്രൊപ്പഗേഷൻ ആണ്. അപ്പൊ മദർ പ്ലാന്റിന് എന്ത് സ്വഭാവമാണോ ഉണ്ടായിരുന്നത് അതേ സ്വഭാവ ഗുണങ്ങൾ തന്നെ നമുക്കിവിടെ പ്രോജനി അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ്സിൽ കിട്ടും. കുഞ്ഞു കുഞ്ഞു ചെടികളിൽ നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ വഴി ഓർക്കിഡുകളെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. മാസ് മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു ലാബ് കണ്ടീഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ കാണുന്നത് ടിഷ്യൂ കൾച്ചർ മെത്തേഡ് വഴി ഓർക്കിഡ് പ്രൊപ്പഗേഷൻ ചെയ്യുന്നതാണ്. ഇത് കൾച്ചർ മീഡിയത്തിനുള്ളിൽ കുഞ്ഞി ഓർക്കിഡുകൾ വളർന്നു വരുന്നതാണ് കാണുന്നത്. ഇനി കുറച്ചു മുന്നേ പറഞ്ഞിരുന്നു സീഡ്സ് കൊണ്ട് നമുക്ക് ഓർക്കിഡ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിയുമെന്ന്. അപ്പോൾ അന്ന് മൈക്രോ പ്രൊപ്പഗേഷന്റെ ക്ലാസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഓർക്കിഡുകളുടെ സീഡ് എന്ന് പറയുന്നത് മൈന്യൂട്ട് ആണ്, അതായത് ഡസ്റ്റ് പോലെയാണ്, പൊടി പോലെയാണ് ഇത് ഉണ്ടാവുക. അപ്പൊ നോർമലി അവര് നാച്ചുറൽ കണ്ടീഷനിൽ അവരെ ജെർമിനേറ്റ് ചെയ്യാന്നുള്ളത് വളരെ പ്രയാസമാണ്. കാരണം കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഓർക്കിഡിന്റെ സീഡ് വളരണമെങ്കിൽ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓർക്കിഡ് സീഡ്സ് ഡസ്റ്റ് ലൈക്ക് സീഡ്സ് ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വിത്തുകളെ പോലെ അതിന് വളർന്നു വരാൻ വേണ്ടുന്ന ഫുഡ് മെറ്റീരിയൽസ് ഒന്നും അത് റിസർവ് ചെയ്ത് അതിൽ വെച്ചിട്ടില്ല. They do not have any food reserves which will help in the growing seedlings. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു പരിമിതി എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ ഈ സീഡ്സിന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ചില ഫംഗസുകളുടെ സാമീപ്യം അല്ലെങ്കിൽ സാന്നിധ്യവും കൂടി ആവശ്യമാണ്. അപ്പൊ എപ്പോഴും ആ ഫംഗസിന്റെ സാന്നിധ്യം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതും കൂടി ഒരു ലിമിറ്റേഷൻ ആണ് ഓർക്കിഡ് സീഡ് ജെർമിനേറ്റ് ചെയ്യാത്തതിന്റെ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങനെയുള്ള സാഹചര്യത്തിലും നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് ടിഷ്യൂ കൾച്ചർ മെത്തേഡാണ്. ഈ ടിഷ്യൂ കൾച്ചർ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് അപ്രോപ്രിയേറ്റ് മീഡിയത്തിനകത്ത് നമുക്ക് ഈ സീഡുകളെ ഡസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് നമുക്ക് ഓർക്കിഡ് പ്ലാന്റ്സിനെ ജെർമിനേറ്റ് ചെയ്ത് കിട്ടും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ഡസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് കുരുകുരാന്ന് കുഞ്ഞു 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 നാമ്പുകൾ പൊട്ടിമുളച്ചു വരും. അങ്ങനെ വരുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോട്ടോകോംസ്. എന്താ വിളിക്കുക? പ്രോട്ടോകോംസ്. ആ പ്രോട്ടോകോംസ് ആണ് പിന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഷൂട്ടും റൂട്ടും ഒക്കെ ആയിട്ട് മാറുന്നത്. ഇനി ഇത് കൂടാതെ ഈ ധാരാളം ഉണ്ടായി വരുന്ന പ്രോട്ടോകോമുകളെ നമുക്ക് സിന്തറ്റിക് സീഡ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സീഡ്സ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കാം. അതിൽ ഓരോ ആർട്ടിഫിഷ്യൽ സീഡ്സിനെയും നമുക്ക് വീണ്ടും കൾച്ചർ മീഡിയത്തിൽ കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മുടെ ഓർക്കിഡ് ചെടി മുളച്ചു വരും. ആർട്ടിഫിഷ്യൽ സീഡ്സിനെ പറ്റി മൈക്രോ പ്രൊപ്പഗേഷൻ ക്ലാസ്സിൽ വിവരിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ ദിസ് ഇസ് ജസ്റ്റ് സം പിക്ചേഴ്സ് വിച്ച് ഷോസ് how orchid can be propagated from the orchid seeds. അതിന്റെ ഒരു ഡിപിക്ഷൻ ആണ് വീണ്ടും ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഗ്രോത്തുകൾ നിങ്ങൾ കണ്ടിട്ടോ എന്ന് അറിയില്ല. നിങ്ങളുടെ വീട്ടിലെ ഓർക്കിഡ് ചെടികളിലൊക്കെ
വരാറുള്ളതാണ്. എല്ലാ ഓർക്കിഡിലും നിങ്ങൾ കണ്ടുകൊള്ളണമെന്നില്ല. പക്ഷെ ആദ്യം നേരത്തെ കാണിച്ച ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് പറഞ്ഞ സ്പാത്തോഗ്ലോട്ടിസിലൊക്കെ സ്ഥിരമായി ഉണ്ടാകുന്നതാണ് ഫ്രൂട്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വളരെ പൊടി പോലെയാണ് ഓർക്കിഡ്സിന്റെ സീഡ്. ഇപ്പോൾ അത് ഫ്രൂട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ധാരാളം ഉണ്ടാവും, വളരെയധികം നമ്പറിൽ കാണുന്നതാണ് ഈ ഓർക്കിഡിന്റെ സീഡ്. ഇതാണ് നമ്മൾ ഡസ്റ്റ് ചെയ്യുന്നത് കൾച്ചർ മീഡിയത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കുരുകുരാന്ന് വളർന്നിരിപ്പുണ്ട്. ഇതിനാണ് നമ്മൾ പ്രോട്ടോകോംസ് എന്ന് വിളിക്കുന്നത്. ഈ ഇൻവിട്രോ ആയിട്ട് ജെർമിനേറ്റ് ചെയ്യുന്നത് ഇതാണ്, ഫ്രൂട്ടാണ്. അതിൽ നിന്ന് ജെർമിനേറ്റ് ചെയ്ത് വരുന്നതിന്റെ ഭാഗങ്ങളാണ് കാണുന്നത്. ഇത് റൂട്ടിംഗ് മീഡിയത്തിൽ അതിനെ റൂട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ്. ഇത് പതിയെ അക്ലിമറ്റൈസേഷന് വെച്ചേക്കുന്നതാണ്. അക്ലിമറ്റൈസ് ചെയ്തിട്ട് ഫൈനലി അത് ഫീൽഡിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് മൈക്രോ പ്രൊപ്പഗേഷൻ ഓഫ് ഓർക്കിഡ്സ് ത്രൂ സീഡ്സ്, ഇൻവിട്രോ സീഡ് ജെർമിനേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓർക്കിഡിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതികൾ. എന്തൊക്കെയാണ്? ഡിവിഷൻ, ഏരിയൽ സ്റ്റെം കട്ടിങ്സ്, പിന്നെ പ്രൊപ്പഗേഷൻ ബൈ കേക്കീസ്, പിന്നെ ടിഷ്യൂ കൾച്ചർ രീതി. ഇതെല്ലാം തന്നെ നമ്മൾ ഓർക്കിഡ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് പോട്ടിങ്. ഇപ്പൊ നമുക്ക് ചെടികളുണ്ട്, ഇനി ഈ ചെടികളെ നമുക്ക് പോട്ട് ചെയ്യണം. പോട്ട് ചെയ്തിട്ടാണ് ഇതിനെ നമുക്ക് പരിപാലിക്കാൻ കഴിയുക. അപ്പോൾ എന്ത് തരം പോട്ടിംഗ് മിക്സ്ചർ ആണ് ഓർക്കിഡുകൾക്ക് ഇഷ്ടം? ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, വെൽ എയറേറ്റഡ്, ഹൈ ഡ്രെയിനേജ് ആൻഡ് ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇതിന് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ വേരുകൾ ഓടിയിട്ട് പുറത്തേക്ക് എത്തുകയും ആ ഏരിയൽ റൂട്ട്സിന് നന്നായി വളരാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പോട്ടിംഗ് മിശ്രിതമായിരിക്കണം നമ്മൾ ഓർക്കിഡുകളെ നടാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി അതിനുള്ളിൽ ബ്രീത്തിങ് റൂട്ട്സ്, നേരത്തെ പറഞ്ഞാണ് എയറേഷന് വേണ്ടിയിട്ട് നമുക്ക് റൂട്ടിന് നന്നായി വളരാനുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാക്കി കൊടുക്കണം. മോയ്സ്ചർ കൂടാനും പാടില്ല, എന്നാൽ തീരെ കുറഞ്ഞു പോകാനും പാടില്ല. ഒരു മോയ്സ്ചർ കൺട്രോൾ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു തരം മെറ്റീരിയൽ ആയിരിക്കണം. കൂടാതെ നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് പോട്ടിംഗ് മിക്സർ, ഓർക്കിഡിന് വേണ്ടിയിട്ടുള്ള പോട്ടിംഗ് മിക്സർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പലതരത്തിലുള്ള കോമ്പണൻസ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ബാർക്കുകൾ, ചില മരങ്ങളുടെ ഒക്കെ ബാർക്കുകൾ ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ മോസുകൾ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ചകിരിച്ചോറ്, ചകിരിത്തൊണ്ട്, ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കരി ഉപയോഗിക്കാം, ഓടിന്റെ കഷ്ണങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇറ്റ് ഓൾ ഡിപ്പെൻസ് നമ്മളുടെ ഓർക്കിഡ് വളർത്തുന്ന കാലാവസ്ഥ, അതിൻ്റെ സൺലൈറ്റിന്റെ അവൈലബിലിറ്റി, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ മെറ്റീരിയൽസ് ചൂസ് ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ പെർലൈറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്. നല്ല ഡ്രെയിനേജ് കൊടുക്കും, എന്നാൽ അധികം വാട്ടർ കണ്ടന്റ്, ഓവർ വാട്ടർ കണ്ടന്റ് വെക്കത്തില്ല, ആവശ്യത്തിനുള്ള വാട്ടർ റീറ്റെയിൻ ചെയ്യും. ഇങ്ങനെയുള്ള ധാരാളം സാധനങ്ങളുണ്ട്. അപ്പൊ അത് നമ്മളുടെ ഓർക്കിഡ്സിനും നമ്മുടെ ആ ഒരു ഗ്രോത്ത് കണ്ടീഷൻസിനും അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് ചൂസ് ചെയ്യുക. Oh, so what you are seeing over here are some of these things that we can use to make the potting mixture for orchids. കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് കാണുന്നത് കരി, പിന്നെ തൊണ്ടിന്റെ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ചകിരിയുടെ കഷ്ണങ്ങൾ, അതുപോലെ തന്നെ ഓടിന്റെ കഷ്ണങ്ങൾ. ഇതാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ ഓർക്കിഡ് നടാനായിട്ട് സ്വീകരിക്കുന്നത്. പിന്നെ ഒരുപാട് വെള്ളം ഒലിച്ചു പോകാനുള്ള ഒരു കണ്ടീഷനില്ല, എപ്പോഴും ഭയങ്കര ഹ്യൂമിഡായിട്ട് ഇരിക്കുന്ന ഒരു കണ്ടീഷനൊക്കെ ആണെങ്കിൽ തൊണ്ട് ഒഴിവാക്കാവുന്നതാണ്, പ്രത്യേകിച്ച് റെയിനി സീസണിൽ. എന്നാൽ നേരെ തിരിച്ച് സമ്മർ സീസണിലാണെങ്കിൽ വെള്ളം നമുക്ക് എപ്പോഴും വെള്ളം കൊടുക്കാനായിട്ട് കഴിയില്ല എന്നുണ്ടെങ്കിൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ചകിരിയോ തൊണ്ടോ ഒക്കെ നമുക്ക് ധാരാളം ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ദിസ് ടേബിൾ റെപ്രസെന്റ്സ് ഓരോ ഈ പറഞ്ഞ കോമ്പണൻസും എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ടേബിൾ പറയുന്നത്. അപ്പൊ ബാർക്ക് എന്ന് പറയുന്നത് ബെസ്റ്റ് ഓർഗാനിക് മെറ്റീരിയൽ ആണ്. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് പതിയെ സ്ലോ റിലീസ് ആണ് ബാർക്ക് ചെയ്യുന്നത്. പക്ഷെ എല്ലാ തരം ബാർക്കുകളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വളരെ സ്ലോ ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്ന, എന്നാൽ വേണ്ടാത്ത പോയിസണസ് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ചില മരങ്ങളൊക്കെ നമുക്കറിയാം ഫിനോളിക് കോമ്പൗണ്ട്സും കെമിക്കൽ കോമ്പൗണ്ട്സ് ഒക്കെ ഉള്ളതാണ്. അങ്ങനെയുള്ള ബാർക്കൊന്നും പറ്റത്തില്ല. പിന്നെ ചില കേസസിൽ മോൾട്ടൻ റോക്ക്, നമ്മൾ നേരത്തെ ഓടിന്റെ കഷ്ണങ്ങൾ എന്നൊക്കെ പറഞ്ഞു,
അപ്പൊ അതേപോലെയുള്ള കഷ്ണങ്ങൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓഫ് വേരിയിങ് സൈസസ്. അത് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് വെള്ളം റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു തണുപ്പ്, ഒരു കുളിർമ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നുള്ളത് പെർലൈറ്റ് ആണ്. ഞാൻ ഇച്ചിരി മുന്നേ പറഞ്ഞു. പെർലൈറ്റ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് മോൾട്ടൺ റോക്ക് തന്നെയാണ്. ബട്ട് ഇറ്റ് ഹാസ് ബീൻ ഫയർഡ് ടു എ ഹയർ ടെമ്പറേച്ചർ ഓഫ് 240 ഡിഗ്രി ഫാരൻഹീറ്റ്. ലൈറ്റ് വെയിറ്റ് ആണ് എന്നുള്ളതാണ് ഈ പെർലൈറ്റിന്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പോട്ട് ഹെവി ആവത്തില്ല. അപ്പൊ നമ്മൾ പലപ്പോഴും ഓർക്കിഡുകളെ തൂക്കിയിട്ടാണ് വളർത്താറുള്ളത്. അപ്പൊ ഹെവി പോട്ട് ആയി കഴിഞ്ഞാൽ അത് താഴെ വീണ് നശിച്ചു പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കുക. അപ്പൊ പെർലൈറ്റ് നമുക്ക് അതിനു വേണ്ടി യൂസ് ചെയ്യാം. എക്സലന്റ് എയറേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന വളരെ സോഫ്റ്റ് ആൻഡ് പോറസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് പെർലൈറ്റ്. അതുപോലെ തന്നെ മോയ്സ്ചർ കൺട്രോളിനും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് പെർലൈറ്റ്. പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിലോ ഏറ്റവും സുലഭമായി കിട്ടുന്നത് കോക്കനട്ട് ഹസ്ക് ആണ്. നിങ്ങൾ പൊതിമടൽ നിന്നും തൊണ്ടെന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം. അപ്പൊ അത് പല സൈസസിലൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ബാർക്കിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് കോക്കനട്ട് ഹസ്ക് യൂസ് ചെയ്യാം. ദിസ് ഓൾസോ റിലീസസ് ന്യൂട്രിയൻസ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഹെൽപ്സ് ടു റീറ്റെയിൻ മോയ്സ്ചർ. പക്ഷേ വളരെയധികം ഊഷ്മാവ് അല്ലെങ്കിൽ ഈർപ്പം ഉള്ള സ്ഥലത്താണെങ്കിൽ കോക്കനട്ട് ഹസ്ക് അത്രയ്ക്ക് പ്രിഫർ ചെയ്യണില്ല. കാരണം ഒരുപാട് പിന്നെ മോയ്സ്ചർ ആയാലും ഫംഗസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ബ്രീസി ആൻഡ് ഡ്രൈ ഔട്ട് ചെയ്യുന്ന ഏരിയാസിലൊക്കെ ആണെങ്കിൽ കോക്കനട്ട് ഹസ്ക് നമുക്ക് ധാരാളം യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ സ്പാഗ്നം മോസ് നമ്മുടെ നാട്ടിൽ അത്ര വലിയ അത് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സാധനം അല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം ഗാർഡൻ സെന്റേഴ്സ് ആൻഡ് ഓൾ. സ്പാഗ്നം മോസ് ഇസ് ഓൾസോ ഗുഡ് ടു ഗ്രോ ഓർക്കിഡ്സ്. അതും ഈ പറയുന്ന പോലെ മോയ്സ്ചർ ഒക്കെ നന്നായി റിട്ടൈൻ ചെയ്യും. എന്നാൽ അറ്റ് ദ സെയിം ടൈം വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രോബ്ലം, പ്രത്യേകിച്ചും ഈ മൺസൂൺ സീസണിലൊക്കെ ആണെങ്കിൽ ദർ ഇസ് എ ടെൻഡൻസി ദാറ്റ് ദ മോസ് റീറ്റെയിൻസ് ടു മച്ച് ഓഫ് വാട്ടർ. അങ്ങനെ വരുമ്പോൾ ചെടിക്ക് അഴുകി പോകാനുള്ള ചാൻസസ് കൂടും. ഓവർ വാട്ടറിങ്ങിന്റെ പോലത്തെ ഇഫക്റ്റ് വരും. അപ്പൊ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം ചൂസ് ചെയ്യാൻ. ചാർക്കോൾ എന്ന് പറയുന്നത് നോർമലി അതൊരു പോട്ടിംഗ് മെറ്റീരിയൽ ആയിട്ടല്ല, അതൊരു അഡിറ്റീവ് ആയിട്ടാണ് നമ്മൾ ശരിക്കും പോട്ടിംഗ് മിക്സറിൽ ഇതിനെ ആഡ് ചെയ്യുന്നത്. 2-3 ഉപയോഗങ്ങളുണ്ട് ചാർക്കോൾ നമ്മൾ പോട്ടിംഗ് മിശ്രിതത്തിൽ ചേർക്കുന്നതില്. ഒന്നെന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ നാച്ചുറൽ സോഴ്സ് ഫോർ പൊട്ടാസ്യം. അപ്പോ പൊട്ടാസ്യം നമ്മൾ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് ഒരു ആവശ്യമായിട്ടുള്ള ഒരു മേജർ ന്യൂട്രിയന്റ് ആണ് പൊട്ടാസ്യം എന്ന് പറയുന്നത്. ഓർക്കിഡ്സ് നമുക്കറിയാം, ഓർക്കിഡ്സിന് ഫ്ലവേഴ്സ് കൊണ്ടാണ് അതിനെ ഇത്രയും ഫേമസ് ആക്കിയിരിക്കുന്നത് പ്ലാന്റിനെ. അപ്പൊ കൂടുതൽ ഫ്ലവർ വരിക എന്നുള്ളത് നമ്മുടെ എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സോ വി നീഡ് സംതിങ് വിച്ച് ക്യാൻ ഹെൽപ്പ് ഇൻ ഫ്ലവറിങ്. സോ ദാറ്റ് ഈസ് വൺ റോൾ ഓഫ് ചാർക്കോൾ. ദ സെക്കൻഡ് ആൻഡ് ദ മേജർ പാർട്ട് എന്ന് പറയുന്നത് ക്ലെൻസിങ്. ചാർക്കോൾ നല്ലൊരു അബ്സോർബന്റ് ആണ്. അതായത് വായുവിൽ നിന്നായാലും ഈ ബാക്കിയുള്ള ഈ നമ്മുടെ ഈ പോട്ടിംഗ് സാധനങ്ങളിലുള്ളതായാലും വേണ്ടാത്ത വിഷാംശങ്ങളെയും ആവശ്യമില്ലാത്ത കെമിക്കലുകളെയും എല്ലാം ഈ ചാർക്കോൾ അബ്സോർബ് ചെയ്ത് വലിച്ചെടുക്കും. അപ്പൊ എന്താ, പ്യൂരിഫിക്കേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ പ്യൂരിഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയി വളരുകയും ചെയ്യും. അപ്പൊ അതാണ് നമ്മൾ ചാർക്കോൾ യൂസ് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഡിഫറെന്റ് മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മളുടെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട്, നമ്മളുടെ ഗ്രോത്ത് കണ്ടീഷൻസിന് അനുസൃതമായിട്ട് ഏത് ടൈപ്പ് ഓഫ് ഓർക്കിഡാണ് നമ്മൾ വളർത്തുന്നത് അതിനനുസൃതമായിട്ട് നമുക്ക് ഈ പോട്ടിംഗ് മെറ്റീരിയൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഒന്നിലധികമോ സാധനങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടും നമുക്ക് പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കാവുന്നതാണ്. ഇനി ബിഫോർ വി ഗോ ഇൻ ടു ഇനി അടുത്തതെന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ചെടി തയ്യാറാണ്, പോട്ടിംഗ് മിശ്രിതം തയ്യാറാണ്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഓർക്കിഡുകളെ പോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാം. നടുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ നടാനായിട്ട് നമുക്ക് പലതരം പോട്ടുകൾ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ പൊതിമടൽ തൊട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും എക്സ്പെൻസീവ് ആയിട്ടുള്ള സെറാമിക് പോട്ടുകൾ വരെ നമുക്കിന്ന് അവൈലബിൾ ആണ്. പല സൈസസിലും ഷേപ്സിലും നമുക്ക് ഓർക്കിഡ് പോട്ടുകൾ ഇന്ന് ധാരാളമായിട്ട് അവൈലബിൾ ആണ്. See, all these are different types of orchid pots that are available in market. പോട്ടിംഗ് ഓഫ് ഓർക്കിഡ് പല തരത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്.
അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു ഓർക്കിഡ് നടാനുള്ള ഒരു പോട്ട് ഉണ്ടെങ്കിൽ ആ പോട്ടിൽ ഒരു ഓർക്കിഡിനെ സപ്പോർട്ട് ചെയ്യാൻ, പുതിയതായിട്ട് ഒരു ചെടി നടുമ്പോൾ അതിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാംബു കെയിനോ അല്ലെങ്കിൽ ഒരു കമ്പിയോ എന്തെങ്കിലും ഒരു സപ്പോർട്ട് നമ്മൾ ആ ചട്ടിക്കുള്ളിൽ ആദ്യം ഇറക്കി വെക്കുക. എന്നിട്ട് അതിന്റെ ചുറ്റിനുമായിട്ട് പോട്ടിംഗ് മിശ്രിതം, അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇടുന്നത് ഓടിന്റെ കഷ്ണങ്ങളും കരിയുമാണ് ആദ്യം പാക്ക് ചെയ്യുക. ആ പാക്ക് ചെയ്തതിന് ശേഷം അതിന്റെ മേലെയാണ് നമ്മൾ പെർലൈറ്റോ അല്ലെങ്കിൽ കൊക്കോപീറ്റോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മിശ്രിതം നമ്മൾ നിറയ്ക്കുക. അത് കഴിഞ്ഞ് അത് ഏകദേശം ഒരു ചട്ടിയുടെ 1/4 ഭാഗത്തോളം അത് നിറയ്ക്കുക. എന്നിട്ട് അതിന്റെ പ്രതലത്തിലായിട്ട് അതിന്റെ മേലെയായിട്ടാണ് നമ്മളുടെ ഓർക്കിഡ് ചെടീനെ നമ്മൾ വെക്കുക. അതിനുശേഷം അതിന്റെ ചുറ്റിനും അതിന്റെ വേരുകളെ ഒന്ന് മറയുന്ന തരത്തില് ബാക്കി പോട്ടിംഗ് മിക്സ്ചർ ആഡ് ചെയ്തുകൊണ്ട് അതിനെ അവിടെ ഉറപ്പിച്ച് നിർത്തുക. പിന്നെ അത് തൂക്കിയിട്ടിട്ടാണെങ്കിലോ അല്ലെങ്കിൽ നിലത്ത് വെച്ചിട്ടാണെങ്കിലോ നമുക്ക് ഈ ഓർക്കിഡിനെ വളർത്താവുന്നതാണ്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി ഡു പോട്ടിംഗ് ഓഫ് ഓർക്കിഡ്. ഇനി അതുപോലെ നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന കോക്കനട്ട് ഷെൽസ് അല്ലെങ്കിൽ പൊതിമടൽ എന്നൊക്കെ പറയുന്നത്, തൊണ്ട് എന്നൊക്കെ പറയും, അതും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. So this is just a pictorial representation of how you can use a coconut shell or the husk അല്ലെങ്കിൽ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ചകിരി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ഓർക്കിഡിനെ നട്ട് പരിപാലിക്കാൻ കഴിയുക എന്നുള്ളതാണ്. യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദ പിക്ചേഴ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് ഈസ് ബീങ് ഡൺ. ഇനി കേൾക്കുന്നതിനെ കാട്ടി കണ്ടുപഠിക്കുന്നതാണല്ലോ നല്ലത്. സോ നൗ യു ക്യാൻ ഗോ ആൻഡ് വാച്ച് എ ഷോർട്ട് വീഡിയോ ക്ലിപ്പ് which shows how you can pot an orchid. നമുക്ക് വിപണിയിൽ നിന്നും ലഭിക്കുന്നത് ഡെൻഡ്രോബിയത്തിൻ്റെ തൈ ഇതുപോലെ തേങ്ങയുടെ ഉണങ്ങിയ മടൽ കഷ്ണങ്ങളാക്കി അതിൻ്റെ അകത്ത് വേരിറക്കി വെച്ച് ചുറ്റും കമ്പി കൊണ്ട് മുറുക്കി ഈ വിധത്തിൽ തൈകൾ ലഭിക്കാറുണ്ട്. ഈ വിധത്തിൽ വിപണിയിൽ നിന്നും ലഭിക്കുന്ന ഡെൻഡ്രോബിയത്തിൻ്റെ തൈ എങ്ങനെ നമുക്കൊരു നെറ്റ് പോട്ടിലോട്ട് നടാം അത് കണ്ട് മനസ്സിലാക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ വേരുകൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്, ആവശ്യാനുസരണം വളർന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ചെടി ഈ പൊതിമടലിൽ പറ്റിപ്പിടിച്ച്, അതായത് വേരുകൾ പറ്റിപ്പിടിച്ച് വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇതുപോലെ വളർന്നു നിൽക്കുന്ന ചെടിയിൽ നിന്നും ഈ പൊതിമടൽ അഴിച്ച് മാറ്റി നടേണ്ട ആവശ്യമില്ല. പകരം ഈ പൊതിമടൽ ഉൾപ്പെടെ നമുക്ക് നെറ്റ് പോട്ടിലോട്ട് നട്ട് വളർത്തിയെടുക്കുവാൻ സാധിക്കും. ഇവിടെ നടുമ്പോഴും അടിഭാഗത്ത് കരിയുടെയും ഓടിൻ്റെയും കഷ്ണങ്ങളുടെ ചെറിയ ഒരു നിര നൽകണം. അതിനുശേഷം ഇത് ചെടി വെച്ച് നോക്കുക. ചെടി വെച്ച് നോക്കുമ്പോൾ ഏകദേശം നെറ്റ് പോട്ടിൻ്റെ ഉയരത്തോളം വന്നു കഴിഞ്ഞാൽ അത് താഴെ കൊടുക്കുന്ന പാക്കിങ്ങിന് അത് മതിയാകും. ഇനി വേണ്ടത് ചുറ്റും ഓടിൻ്റെയും കരിയുടെയും കഷ്ണങ്ങൾ പാക്ക് ചെയ്ത് നൽകുക എന്നതാണ്. ഈ വിധത്തിൽ ഓടും കരിയുടെയും കഷ്ണങ്ങൾ ചുറ്റും പാക്ക് ചെയ്ത് നൽകുക. അങ്ങനെ ഈ ചെടി നമുക്ക് ബലപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കും. ഇതുപോലെ ഓടിൻ്റെയും കരിയുടെയും കഷ്ണങ്ങൾ നന്നായിട്ട് നിറച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അമർത്തി ഉറപ്പിക്കുക, ചെടിയൊന്ന് ബലപ്പെടുത്തുക. ഇവിടെ താങ്ങിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് പൊതിമടലിലാണ് ചെടി നട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ താങ്ങ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത് മറിഞ്ഞു വീഴത്തില്ല. ഇതുപോലെ ഒന്ന് ബലപ്പെടുത്തുക. നെറ്റ് പോട്ടിൽ നട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാവുന്നത് പോലെ ഇതിൻ്റെ പൊതിമടൽ മുകളിലാണ് നിൽക്കുന്നത്, അടിയിലോട്ട് ഇറങ്ങിപ്പോകരുത്. പൊതിമടലിൻ്റെ കുറേ ഭാഗം മുകളിൽ കാണാം, നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് തൊടുകയും പുതിയതായിട്ടുള്ളൊരു മിശ്രിതം കൊടുക്കുകയും ചെയ്തതുകൊണ്ട് കുമിൾനാശിനി കോണ്ടാഫ് പ്ലസ് 1 ml 1 ലിറ്ററിൽ ഒന്ന് സ്പ്രേ ആയിട്ട് നൽകാവുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ നേരത്തെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെടി അല്ലെങ്കിൽ ഒരു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഒരു ചെടി, അതിപ്പോൾ വളർന്ന് വലുതായി. ഇനി നമുക്ക് അതിനെ ഒരു പുതിയ ഒരു ചട്ടിയിലേക്ക് മാറ്റി നടണമെങ്കിൽ എന്താണ് ചെയ്യാൻ കഴിയുക? അതിനാണ് നമ്മൾ റീപോട്ടിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റീപോട്ടിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ അത്യാവശ്യം നന്നായി ഇപ്പൊ ഇരിക്കുന്ന ചട്ടിയിൽ ധാരാളമായി വേര് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്, ഇനി അതിന് വളരാൻ അവിടെ സ്പേസ് ഇല്ല എന്ന് കാണുമ്പോഴാണ് ശരിക്കും നമ്മൾ ഇതിനെ റീപോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ട് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ വലിച്ചു പറിച്ച് എടുക്കരുത്. പതിയെയാണ് അതിന്റെ ഓൾഡ് പോട്ടിൽ നിന്ന് ഇതിനെ
പുറത്തേക്ക് എടുക്കേണ്ടത്. കാരണം വേര് പൊട്ടിപ്പോകാൻ പാടില്ല. വേര് പൊട്ടിപ്പോകാത്ത രീതിയിൽ പതിയെ വളരെ കെയർഫുള്ളി നമ്മൾ ഈ ഓർക്കിഡിനെ അതിന്റെ ഇപ്പൊ ഇരിക്കുന്ന ചെടിച്ചട്ടിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ അത് വേര് ചിലപ്പോൾ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള പോട്ടിംഗ് മിശ്രിതത്തിൽ നന്നായി വേര് പിടിച്ചിരിക്കുകയായിരിക്കും. വലിച്ചു പറിച്ചെടുത്ത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും വേരുകൾ അഴുകിയിരിക്കുകയാണ്, കേടുവന്നിരിക്കുകയാണ്, അങ്ങനെയുള്ള ലീഫുകളൊക്കെ ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ നല്ല ഷാർപ്പായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്ത് മാറ്റുക. അല്ലാതെ വേര് പൊട്ടിപ്പോകുന്ന തരത്തിൽ അത് പറിച്ചെടുക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യണം? നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി വലിയ ഒരു പോട്ട് സെലക്ട് ചെയ്യുകയും നേരത്തെ പറഞ്ഞതുപോലെ പോട്ടിംഗ് മിക്സർ നിറച്ചുകൊണ്ട് അതിൻ്റെ മേലെ നമ്മുടെ ഈ ചെടിയെ വെച്ചുകൊണ്ട് പോട്ടിംഗ് കംപ്ലീറ്റ് ചെയ്യാം. So to get a better understanding of how you can do a repotting, you can just watch this video. ഇത് ഡെൻഡ്രോബിയത്തിൻ്റെ ഹിബിക്കി എന്ന് പറയുന്ന ഒരു ഇനമാണ്. ഇത് പൂർണ്ണ വളർച്ചയെത്തിയ ചെടിയാണ്. ഇത്രയുമാണ് ഇതിൻ്റെ വലിപ്പം സാധാരണയായിട്ട് ഉണ്ടാകുക. നിങ്ങൾക്ക് കാണാവുന്ന പോലെ ചട്ടി നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട്, നിറയെ ചെടികൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പൂക്കൾക്കൊരു കടും പിങ്ക് നിറമാണ്. മഴക്കാലത്താണ് ഈ ചെടി സമൃദ്ധമായിട്ട് പൂവിടുന്നത്. സാധാരണ നമുക്ക് ഇത് തൂക്കിയിട്ട് വളർത്താം, അല്ലെങ്കിൽ ഇതുപോലെ ചട്ടിയിൽ നിലത്ത് വെച്ചോ സ്റ്റാൻഡിൽ വെച്ചോ വളർത്താവുന്നതാണ്. ഈ ഡെൻഡ്രോബിയം ഇനം പോലെ ഉച്ചവരെയൊക്കെ നേരിട്ട് വെയിൽ കിട്ടുന്ന പരിസ്ഥിതിയിൽ ഈ ഹിബിക്കി ഇനവും നന്നായിട്ട് വളരുകയും പൂടുകയും ചെയ്യും. ഹിബിക്കി ഇനത്തിൻ്റെ ഈ വിധത്തിലാണ് തൈകൾ വിപണിയിൽ നിന്നും ലഭിക്കുക. കരിയുടെയും ഓടിൻ്റെയും പാക്ക് ചെയ്തിട്ട് നന്നായിട്ട് ഉറപ്പിച്ച് അതിൽ വേര് വന്നിരിക്കുന്ന ഒരു ഹിബിക്കിയുടെ തൈയാണ്. ഇത്തരത്തിൽ ലഭിക്കുന്ന ഒരു ഹിബിക്കി ഇനത്തിൻ്റെ തൈ ഏത് വിധത്തിലാണ് നടേണ്ടതെന്ന് കണ്ട് മനസ്സിലാക്കാം. ഇത് നെറ്റ് പോട്ടിലോട്ടാണ് ഞാൻ നടാനായിട്ട് പോകുന്നത്. തൈ നടുമ്പോൾ ഒരു കാരണവശാലും ഈ ചെടി അടിയിലോട്ട് ഇറങ്ങിപ്പോകരുത്. ഈ ചെറിയ തംപോട്ട് അഥവാ ഈ നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചട്ടിയുടെ വക്ക് നെറ്റ് പോട്ടിൻ്റെ വക്കിൻ്റെ അതേ അളവിൽ വെച്ചാണ് ചെടി നട്ട് തയ്യാറാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ലെയറായിട്ട് ഓടും കരിയും നൽകണം. ഇതുപോലെ അടിയിൽ ഓടും കരിയും നിറച്ചതിന് ശേഷം ഈ ചെറിയ ചട്ടി വെച്ച് നോക്കുമ്പോൾ കാണാം അത് ഏകദേശം നെറ്റ് പോട്ടിൻ്റെ വക്കോളം എത്തിയിട്ടുണ്ട്. ഇതിന് ശേഷം ചുറ്റും ഓടിൻ്റെയും കരിയുടെയും കഷ്ണങ്ങൾ പാക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഞാനിവിടെ തൈ നട്ട് കഴിഞ്ഞു. നമുക്ക് കിട്ടിയ തംപോട്ട് അഥവാ ചെറിയ നഴ്സറി ചട്ടിയിലുള്ള തൈ അതേപടി വലിയ നെറ്റ് പോട്ടിലോട്ട് ഇറക്കി വെച്ച് ചുറ്റും കരിയും ഓടും പാക്ക് ചെയ്ത് നട്ട് കഴിഞ്ഞു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ചെറിയ തമ്പ് പോട്ട് അഥവാ ഈ ചെറിയ ചട്ടി നെറ്റ് പോട്ടിൻ്റെ വക്കോളം വരുന്ന വിധത്തിൽ അടിയിൽ ഓടും കരിയും പാക്ക് ചെയ്തു. അത് മുകളിലോട്ട് ഉയർത്തി വെച്ചു. പിന്നീട് നമ്മൾ ചുറ്റുമാണ് നടിയിൽ മിശ്രിതം നിറച്ചു കൊടുക്കും. ഓർക്കിഡുകളെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയും പോട്ട് ചെയ്യുകയും റീപോട്ട് ചെയ്യുകയും വളർത്തുകയും ഒക്കെ ചെയ്തു. ഇതുകൊണ്ട് എന്താ ഉപയോഗം? വാട്ട് ആർ ദ മേജർ യൂസസ് ഓഫ് ഓർക്കിഡ്സ്? എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഓർക്കിഡ് ഫ്ലവറിന്റെ ഇൻഡസ്ട്രിയാണ്. നമ്മൾ അലങ്കാരത്തിനായി ധാരാളം ഉപയോഗിക്കുന്ന ഒരു ഫ്ലവറാണ് ഓർക്കിഡ്സ്. ബട്ട് ഒരു കാര്യം ഓർക്കണം, എല്ലാവരും അങ്ങനെ വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമല്ല. ബിക്കോസ് ഓർക്കിഡ് ഫ്ലവേഴ്സ് ആർ ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ്. $multi-million ബിസിനസ് ആണ് നമ്മൾ ഓർക്കിഡ് കട്ട് ഫ്ലവർ ഇൻഡസ്ട്രീനെ നമ്മൾ പറയണത്. അപ്പോൾ വെഡിങ്സിലോ അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്താ പറയാ, ഓരോ പ്രോഗ്രാംസിന് സ്റ്റേജ് ഡെക്കറേഷന് ഇതിനൊക്കെ ധാരാളമായി യൂസ് ചെയ്യുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ഒരു ഗസ്റ്റിനെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്ലവർ ആണ് ഓർക്കിഡ്സ്. ആൻഡ് എന്തുകൊണ്ടാണ് നമ്മൾ ഓർക്കിഡ് ഫ്ലവേഴ്സ് പ്രിഫർ ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓർക്കിഡ് ഫ്ലവേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വാടി പോകത്തില്ല. അതായത് ഷെൽഫ് ലൈഫ് അല്ലെങ്കിൽ വാസ് ലൈഫ് എന്നാണ് നമ്മൾ അതിനെ പറയാം. ഒരു ഫ്ലവേഴ്സിൽ വെച്ച് കഴിഞ്ഞാൽ അത് കുറെ നാൾ അതിങ്ങനെ ബ്ലൂം ചെയ്ത് തന്നെ ഇരിക്കും, വാടി പോകത്തില്ല. അതുകൊണ്ടാണ് ഈ ഓർക്കിഡ് ഫ്ലവേഴ്സ് ധാരാളമായി ഇങ്ങനെയുള്ള ഒക്കേഷൻസിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ $multi-million ബിസിനസ്. പിന്നെ അതുപോലെ നമ്മളുടെ ഒരു എന്താ പറയുക ഹോബി ആയിട്ട് അലങ്കാര ചെടികളായിട്ട് നമ്മൾ വളർത്തുന്നുണ്ട്. ലാൻഡ്സ്കേപ്പിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓർക്കിഡുകളെ വളർത്തുന്നുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് ഓർക്കിഡ്സിനെ പറ്റിയിട്ട് മെയിൻ ആയിട്ട് അറിയുന്ന ഒരു ഉപയോഗം എന്ന് പറയുന്നത്. ഓർണമെന്റൽ പ്ലാന്റ്സ് ആയിട്ട് കട്ട് ഫ്ലവർ ഇൻഡസ്ട്രിയിൽ നമ്മൾ യൂസ് ചെയ്യണു എന്നുള്ളത്. ഇത് കൂടാതെ ഇതിന് ഫുഡ് ഇൻഡസ്ട്രിയില്, പെർഫ്യൂമറിയില് ഒക്കെ ധാരാളം ഉപയോഗമുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സം ഓഫ് ദ ഓർക്കിഡ്സ് ആർ ഹൈ ഇൻ മെഡിസിനൽ വാല്യൂ. അത് അധികം ആർക്കും അറിയാത്തൊരു കാര്യമാണ്.
അപ്പോ വാനില നേരത്തെ ഞാൻ പറഞ്ഞു ക്ലൈംബിംഗ് ഓർക്കിഡ് ആണെന്ന് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞതാണ്. വാനിലയിൽ നിന്ന് കിട്ടുന്ന വാനിലിൻ എന്ന് പറയുന്നത് ഒരു ഫ്ലേവറിങ് ഏജന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വാക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ മണം അനുഭവത്തിൽ അല്ലെങ്കിൽ ഓർമ്മയിലേക്ക് ഓടി എത്തുന്നുണ്ടാവും. വനില ഐസ്ക്രീമിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഈ വനില പോഡുകൾക്ക് നല്ല വിലയാണ് മാർക്കറ്റിൽ. അത് വളർത്തിയെടുക്കാനും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഈ ഓർക്കിഡാണ്. സോ വാട്ട് യു ആർ സീയിങ് ഹിയർ ആർ ക്ലസ്റ്റേഴ്സ് ഓഫ് വനില പോഡ്സ്. ഇവിടെ നിങ്ങൾ ഡാർക്ക് കളറിൽ കാണുന്നത് ഇസ് എ ഡ്രൈഡ് വനില പോഡ്. അപ്പോൾ ഈ വനില നമ്മൾ ഫ്ലേവറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യണു. അത് കൂടാതെ നല്ല മണമാണ് ഇതിന്. അതുകൊണ്ട് തന്നെ ഇതിനെ ഫ്രാഗ്രൻസസ് ആയിട്ടും പെർഫ്യൂമറിയിൽ സോപ്പ് ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ ഈ വനിലിൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഫംഗിസൈഡ് കുമിൾനാശിനി ആയിട്ട് യൂസ് ചെയ്യുന്ന ഫൈറ്റോ അലക്സിൻസ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഓർക്കിഡുകളിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ആന്റി ഫംഗൽ ഏജന്റ്. ഇത് കൂടാതെ മെഡിസിനൽ വാല്യൂ ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർക്കിഡ്സ് ആർ നോൺ ടു ബി യൂസ്ഡ് ടു ട്രീറ്റ് വേരിയസ് ഡിസീസസ്. എസ്പെഷ്യലി ചൈനീസ് മെറ്റീരിയ മെഡിക്ക അവരുടെ എന്താ പറയുക ട്രഡീഷണൽ സിസ്റ്റംസ് ഓഫ് മെഡിസിനിൽ they use it for the treatment of dysentery, fever, ulcers, പിന്നെ ആന്ത്രാക്സ്, കഫ്, ചെസ്റ്റ് പെയിൻ, ട്യൂമറിന് അഗേൻസ്റ്റ് ആയിട്ട് വരെ അവർ ഓർക്കിഡ്സ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർക്കിഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഡെൻഡ്രോബിയംസ് ആണെങ്കിൽ മലേഷ്യൻസ് യൂസ് ദിസ് ടു ട്രീറ്റ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ബ്രെയിൻ ആൻഡ് ദ നെർവ്സ്. പിന്നെ ഫ്ലവേഴ്സും ലീവ്സും അവർ കോളറ പോലുള്ള അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ചില ഡെൻഡ്രോബിയത്തിന്റെ ലീഫിന്റെ പൗഡർ അവരെ പിമ്പിൾസ് ട്രീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഓർക്കിഡാണ് വാൻഡ. വാൻഡയെ ആർത്രൈറ്റിസിന് അഗേൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് സം ഗ്ലൂക്കോസൈഡ്സ് ദാറ്റ് ക്യാൻ സ്റ്റിമുലേറ്റ് ദ ഓർഗൻസ്. അപ്പോൾ അതുകൊണ്ട് ആർത്രൈറ്റിസിന് അഗേൻസ്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഇത് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ആർത്രൈറ്റിസിന് അഗേൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നത്. So these are some of the medicinal uses of orchids. And these are some of the orchids that are widely cultivated in India and which are suitable for the Indian climatic conditions. Dendrobium ധാരാളം varieties നമുക്ക് available ആണ്. So these are some of the few dendrobium varieties that you can see in the gardens across India. So these are dendrobiums. Then some oncidium, dancing girl, ഡാൻസിങ് ലേഡി എന്നൊക്കെ പറയുന്ന ഒരു ഓർക്കിഡാണ്. നമ്മുടെ നാട്ടിലൊക്കെ നന്നായി വളരുന്ന ഒരു ചെടിയാണ്. നന്നായി ഫ്ലവർ ചെയ്യുകയും ചെയ്യും. ധാരാളം ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് ഓൺസേഡിയം. ദെൻ മൊക്കാറ, ഇതൊക്കെ ഹൈബ്രിഡ്സ് ആണ്. മൊക്കാറ, അറാൻഡ ഇതെല്ലാം തന്നെ നല്ല ഭംഗിയുള്ള ചെടികളാണ്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മോണോപോഡിയൽ orchids. So thanks for listening.